നമസ്കാരം. ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, ആരോടൊക്കെ സന്ധി ചെയ്യണം അല്ലേ? അതേ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടി വരും. ഒന്നാമത് കൊടിയ ദാരിദ്ര്യത്തിലാണ് ഇപ്പോൾ. വിധിയൊക്കെ വന്നത് വേറൊരു കാര്യം, പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായില്ലേ. ഒരു ഷോഡാ നാരങ്ങ വെള്ളം കഴിക്കാൻ പോലും ഇരക്കേണ്ട മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ കോൺഗ്രസ്സുകാർ. എല്ലാവരെയും ഇരട്ടപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അത് പലപ്പോഴായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എല്ലാവരോടും പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ എങ്ങനെയും കഴിഞ്ഞുകൂടി പോകുന്നത് നാട്ടുകാരുടെ നല്ല മനസ്സുകൊണ്ടാണ്. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ ഇവരുടെ കഷ്ടപ്പാട് കണ്ട് വല്ല 10 20 എങ്ങാണം ചുരുട്ടി കൈ വെച്ചു കൊടുക്കും. പോകുന്ന വഴിക്ക് എന്തെങ്കിലും നാരങ്ങ വെള്ളമോ കപ്പലണ്ടി മിഠായിയോ വാങ്ങിച്ച് കഴിക്കുക എന്നൊക്കെ ഒരു ഉപദേശവും കൊടുക്കും. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഇക്കണ്ട അഗ്നിയൊക്കെ ഊതിക്കത്തിക്കാൻ കുറച്ച് പൈസ പിരിച്ചില്ലേ? അത് ചാമക്കാല അടക്കമുള്ള നേതാക്കൾ നോട്ടെണ്ണ യന്ത്രം വെച്ച് എണ്ണി തിട്ടപ്പെടുത്തുന്നതൊക്കെ സൈബർ വിങ്ങുകളിൽ കിടന്ന് കറങ്ങിയ പടങ്ങളല്ലേ എന്നൊക്കെ. അന്നാരോ ചോദിച്ചിരുന്നു, നോട്ടെണ്ണൽ മെഷീൻ പിന്നെ നോട്ട് എണ്ണുന്നതിനല്ലാതെ അരി തൂക്കി കൊടുക്കുന്നതിനാണോ എന്നൊക്കെ. ഇത്രയും കാശൊക്കെ വാങ്ങിയിട്ട് എന്താ ഇങ്ങനെ ഒരു ദാരിദ്ര്യമെന്ന് ചോദിച്ചാൽ അതിന് കാരണക്കാർ നമ്മുടെ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തന്നെ. കുറച്ച് കാശ് എങ്ങനെയും ഉണ്ടാക്കാമെന്ന് കരുതിയാലോ ബോണ്ടയും ബോണ്ടും ഒക്കെ നിർത്തലാക്കുകയും ചെയ്തു. അതോടെ ബോണ്ട വാങ്ങി കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. എങ്ങാനും കുറച്ച് കാശ് കയ്യിലുണ്ടെന്ന് കേട്ടാൽ പിന്നെ കേന്ദ്രത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. തങ്ങളുടെ കയ്യിലല്ലാതെ വേറെ ആരും പണം കൊണ്ട് കളിക്കരുത് എന്നാണത്രേ കേന്ദ്രത്തിന്റെ നിലപാട്. അങ്ങനെ ആരെങ്കിലും കയ്യിൽ കാശ് കൊണ്ട് നടന്നാൽ പിന്നെ അടുത്ത ദിവസം രാവിലെ കണി കാണുന്നത് EDയെയോ CBIക്കാരെയോ ഒക്കെ ആയിരിക്കും. ആർക്കാണ് ജീവനിലും മാനത്തിലും, അതും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് ഭയമില്ലാത്തത്? ഇപ്പോൾ തന്നെ ഡൽഹിയിലെ ഒരു മുഖ്യമന്ത്രിയുടെ അവസ്ഥ കണ്ടില്ലേ? പോയില്ലേ ജയിലിലേക്ക്. അപ്പോൾ ഈ വറുതിയിൽ ആര് കൂട്ടുവന്നാലും വേണ്ടില്ല, 10 പുത്തൻ തടഞ്ഞ മതിയെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ആശ്വാസകരമായി ഒരു പ്രഖ്യാപനം വന്നത്. LDFകാർക്ക് പേടിക്കണ്ടല്ലോ, തൽക്കാലം ഒരു 2-2.5 വർഷത്തേക്ക് ഭരണമെങ്കിലും കയ്യിലുണ്ടല്ലോ. ഇനി പ്രഖ്യാപനത്തിലേക്ക് വരാം. പ്രഖ്യാപനം നടത്തിയത് വേറെ ആരുമല്ല, നമ്മുടെ മൂവാറ്റുപുഴ അഷറഫ് മൗലവിയാണ്. ആരാ ഈ അഷറഫ് എന്നായിരിക്കും അടുത്ത സംശയം. പൊതുവിജ്ഞാനത്തിൻ്റെ കുറവാണ്. ഇത്രയ്ക്ക് ഫേമസ് ആയ ആളിനെ ആർക്കും അറിയില്ല എന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. എങ്കിലും പറയാം, കക്ഷിക്കാരൻ SDPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. കഷ്ടപ്പാടും ദുരിതവും കണ്ടപ്പോൾ അഷറഫ് മൗലവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും വരുന്നത് പൊതു തെരഞ്ഞെടുപ്പല്ലേ, കഷ്ടപ്പാട് സഹിക്കുന്ന ആരെയെങ്കിലും സഹായിക്കുന്നതാകും നല്ലത് എന്ന് കരുതിയാകും നിലപാട് പ്രഖ്യാപിച്ചു. ഇത്തവണ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിൽക്കാനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുമാണ് SDPയുടെ തീരുമാനം. ഒറ്റ കവളിൽ അഷറഫ് മൗലവി പറഞ്ഞു നിർത്തി. എന്താണാവൂ ഇങ്ങനെ ഒരു പിന്തുണയ്ക്ക് കാരണമെന്ന് ഒരാൾ ചോദിച്ചു. അതിനും കാരണമുണ്ട്. BJPക്ക് പൊതുവെ ഒരു മതത്തിൻ്റെ പേരിലുള്ള ചീത്തപ്പേരുണ്ടല്ലോ, നോട്ട് ദാറ്റ് പോയിന്റ്. ഇനി അതൊട്ട് മാറാനും പോകുന്നില്ല. അതുകൊണ്ട് BJPക്കെതിരെ ഒരു മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കോൺഗ്രസ്സുകാരെ അങ്ങ് സ്വാധീനിച്ചു കളയാം എന്ന് അഷറഫ് മൗലവി തീരുമാനിച്ചത്. മനസ്സിലായല്ലോ മതേതരത്വം. അത് മാത്രമല്ല, ജാതി സെൻസസിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാരുടെ തീരുമാനം ചരിത്രപരമാണെന്നും അഷറഫ് മൗലവി കണ്ടെത്തി. ആനന്ദ് ലബ്ധിക്കിനി എന്ത് വേണം എന്നായി പ്രഖ്യാപനം കേട്ടുകൊണ്ടിരുന്നവർ. കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ചെറിയ ഒരു ലഡു പൊട്ടി ലഡുവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി 30 ദിവസമായി ഒരേ കാര്യം തന്നെ പറയുകയാണെന്നാണ് VD സതീശനിൽ നിന്നും കിട്ടിയ മറുപടി. അതല്ല സാറേ ഇത് എന്ന് പറഞ്ഞിട്ടും വീണ്ടും അതുതന്നെയായിരുന്നു സതീശന്റെ മറുപടി. പിന്നെ വേറൊരു കാര്യം, സതീശൻ എന്നും പറയുന്നത് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ചും ജനനന്മയെ കരുതിയുമുള്ള വിവിധ വാക്കുകളും കാര്യങ്ങളുമാണെന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ട്. സതീശൻ അങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നുമല്ല. സംശയം തീർക്കാൻ വേണ്ടി വേണമെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടു നോക്കിയാൽ മതി. വെറൈറ്റിയാണ് സാറേ പുള്ളിയുടെ മെയിൻ എന്ന് പറയേണ്ടി വരും. ഒടുവിൽ കാര്യത്തിലേക്ക് വന്നു. ഇതുവരെയായി SDPയുമായി യാതൊരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ല എന്നും ചർച്ചകൾ നടന്നിട്ടില്ല എന്നും കേറി അങ്ങ് പറഞ്ഞു. അല്ല സാറേ, ഇനി എങ്ങാനും പിന്തുണ നൽകിയാൽ സ്വീകരിക്കാതിരിക്കുമോ എന്നായി അടുത്ത ചോദ്യം. വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അതിനുള്ള ചുട്ട മറുപടി. എന്ന് വെച്ചാൽ കാര്യങ്ങൾ ബോധ്യമായി കാണുമല്ലോ. വേണ്ടണം, അതാണ് അജണ്ട. പിന്നെ രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി അവഹേളിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു,
ഏത് ലോകത്ത് ജീവിക്കുന്നു തുടങ്ങി ഇതുവരെ ഫ്രഷായി കൊണ്ടുകിടന്ന ചില വാചക ശകലങ്ങളും പറഞ്ഞ് തൽക്കാലം തടിയൂരി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് നല്ല മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാർ പോയപ്പോൾ പൊട്ടനും പോയി മണ്ടനും പോയി വോട്ടും കിട്ടി ഹൈലേസ എന്നായി സതീശൻ. മതേതരന്മാരെ പറയൂ, പ്രകാശം അകലെയാണോ? ഒരാൾ ഷാഹിക്ക് കാവലിനാളെ അയച്ച കഥ പറയുമ്പോൾ ഒരാൾ SDPIക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറെടുക്കുന്നു. എന്താ അല്ലേ?